അനുഷ്ഠിക്കുന്നതായ നോമ്പുകളും നമ്മുടെ സൽക്കർമ്മങ്ങൾ സുഹൃതങ്ങൾ മുഴുവനും പടച്ചറപ്പ് സമ്പൂർണ്ണമായി സ്വീകരിച്ച് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന വിജയിക്കുന്ന അമലുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ പകുതിയിലേക്ക് കടക്കുകയാണ്. വളരെ പെട്ടെന്ന് പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു റമദാൻ കൊണ്ട് റബ്ബിന്റെ അടിമകൾക്ക് എന്താണോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഒക്കെയും നേടിയെടുക്കാനുള്ള ഈമാൻ, അതിനുള്ള തൗഫീഖ്, അതിനുള്ള അവസരം പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ച റബ്ബിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അർ-റഹ്മാനിർ റഹീം, കരുണയുള്ള റബ്ബ്, എത്രത്തോളം ഒരു അടിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതായ മഗ്ഫിറത്തിൻ്റെതാകുന്നതായ വിശാലമായ വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന റബ്ബ്, ആ റബ്ബിന് സ്തുതികൾ അർപ്പിച്ച് മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന് സർവസ്തുതി. സൂറത്തുൽ ഫാത്തിഹയിലൂടെ പടച്ച റബ്ബിനെ പ്രശംസിച്ചു കൊണ്ടുവരികയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, പരലോകം പടച്ചവനായ അല്ലാഹ്, ഈ അല്ലാഹുവിന് സർവസ്തുതിയും. അപ്പോൾ ചോദിക്കും, പരലോകം മാത്രമേ റബ്ബ് പടച്ചിട്ടുള്ളോ? ഈ ദുനിയാവ് പടച്ചിട്ടില്ലേ? ദുനിയാവ് പടച്ചിട്ടുണ്ട്, പക്ഷേ ദുനിയാവിൽ വേണ്ടുന്നതായ പ്രയോജനമില്ലത്രേ. ദുനിയാവെന്ന് പറയുന്നത് ജീവിതത്തിൽ നീതിയില്ലാത്ത ജീവിതമാണ്. ദുനിയാവിന്റെ ജീവിതം, കയ്യോക്കുള്ളവൻ കാര്യക്കാരൻ, സമ്പത്തുള്ളവന് എന്തും നേടിയെടുക്കാൻ കഴിയും, നല്ല വാക്ചാതുര്യമുള്ളവന് എന്തും നേടിയെടുക്കാൻ പറ്റും. ഇതാണ് ദുനിയാവിന്റെ ജീവിതം. അതുകൊണ്ട് ദുനിയാവിന്റെ ജീവിതം പടച്ച റബ്ബ് പറയുന്നില്ല മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്നതായ ദിനം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പടച്ച റബ്ബ് ചോദിച്ചു, വമാ അദ്റാക മാ യൗമുദ്ദീൻ, സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. ഓ നബിയേ, യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? നബിയെ വീണ്ടും ചോദിക്കുകയാണ്, സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ, അറിയോ നബിയേ, അറിയുമോ നബിയേ? യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഒരു നഫ്സും മറ്റൊരു നഫ്സിന് വേണ്ടിയിട്ട് ഒന്നും ഉടമപ്പെടുത്താത്ത ദിവസമാണ്. ഒരു നഫ്സ് മറ്റൊരു നഫ്സിനെ ഓർമ്മിക്കാത്ത ദിവസമാണ്. വസാഹിബതിഹി വബനീ يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. പ്രിയപ്പെട്ട വാപ്പയെന്നില്ല, പ്രിയപ്പെട്ട ഉമ്മയെന്നില്ല, ഇന്നലെ വരെ എന്നോടൊപ്പം കിടന്നുറങ്ങിയ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെന്നില്ല, എന്റെ മക്കളെന്നില്ല, ഒരാളെയും തിരിഞ്ഞു നോക്കാത്ത നഫ്സി നഫ്സി, എനിക്കൊന്ന് രക്ഷപ്പെടണം, എനിക്കൊന്ന് രക്ഷപ്പെടണം, എനിക്കൊന്ന് രക്ഷപ്പെട്ടാ മതി. എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, ഒരാളും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചോടുന്ന ഒരു സമയമുണ്ട്, ഒരു രംഗമുണ്ട്. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ആ ദിവസം പടച്ച റബ്ബിന്റെ കയ്യിലാണ് നിയന്ത്രണം മുഴുവൻ. പൈസയുള്ളവരിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാരായി, കയ്യോക്കുള്ളവൻ ഒരുപാട് നേതൃത്വങ്ങൾ വഹിച്ചു കഴിഞ്ഞു. പക്ഷേ ആഗ്രഹമാകുന്ന പ്രവിശാലമായ ലോകത്തിന്റെ യജമാനൻ അതില്ല, പടച്ച റബ്ബ് മാത്രമാണ്. ആ സമയത്ത് അവിടെ നിന്നുകൊണ്ട് പടച്ച റബ്ബ് ചോദിക്കുകയാണ്, ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നേ ദിവസം ആർക്ക് വേണം അധികാരം? ഇന്നേ ദിവസം നിങ്ങൾക്ക് ആർക്ക് വേണം അധികാരം? പരിശുദ്ധമായ ഖുർആൻ, വഖനഅതിൽ വഖതിഅതിൽ അസ്വാതു
വെറും കാലികളുണ്ടല്ലോ, നാൽക്കാലികൾ നടന്ന് നീങ്ങുന്ന ചവിട്ടടിയുടെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദം കേൾക്കാത്ത സമയമാണ്. പടച്ച റബ്ബിന്റെ യൗമുദ്ദീൻ എന്ന് പറയുന്നത് പരിശുദ്ധമായ പരിപാവനമായ റമദാനിൽ കടന്നു വരുമ്പോ, ഈ പരിശുദ്ധമായ റമദാനിനെ മുൻനിർത്തിയിട്ട് നോമ്പനുഷ്ഠിച്ചവരുണ്ട്, പരിശുദ്ധമായ തറാവീഹ് നിസ്കരിച്ചവരുണ്ട്, ഇഫ്താറുകളിൽ സംഗമിച്ചവരുണ്ട്, അതിലേക്ക് സാമ്പത്തികമായി ചിലവഴിച്ചവരുണ്ട്, പാവങ്ങളെ ചേർത്ത് പിടിച്ചവരുണ്ട്, സാധുക്കളെ ചേർത്ത് പിടിച്ചവരുണ്ട്. നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ദിനമാണ് യൗമുദ്ദീൻ. പരിശുദ്ധമായ റമദാന് സമാഗതമായിട്ടുപോലും പടച്ച റബ്ബിനോടുള്ള കടമകൾ പാലിക്കാതെ, പടച്ച റബ്ബിനോടുള്ളതായ കടപ്പാടുകൾ പാലിക്കാതെ, നെവർ മൈൻഡ് അടിച്ചുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ജനങ്ങളുണ്ടോ? നിങ്ങൾക്ക് ശിക്ഷ നൽകപ്പെടുന്ന ദിനമാണ്. പടച്ച റബ്ബിന്റെ അധികാരത്തിലുള്ള, പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ള യൗമുദ്ദീൻ, പരിശുദ്ധമായ ഖുർആൻ. മാലികി യൗമുദ്ദീൻ നമ്മൾ നിസ്സാരമായി ഓതിപ്പോവാറുണ്ട്, എന്നാൽ വളരെ വിശാലമായ അർത്ഥങ്ങളാണുള്ളത്. ഇന്ന് ഒരു 10 മിനിറ്റ് യൂട്യൂബിലൂടെ ഓടിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. എന്തിന് നോമ്പ് പിടിക്കുന്നത് എന്നുള്ളതായ പരിശുദ്ധമായ ദീനിൻ്റെതാകുന്നതായ ഓരോ കാര്യങ്ങളും മാറ്റിവെക്കുന്ന നിലയിൽ ബിദഈ പ്രസ്ഥാനങ്ങളിലേക്ക് പോയി, ആ ഭാഗത്ത് നിന്ന് യുക്തിവാദങ്ങളിലേക്ക് നമ്മുടെ മൈൻഡ്, നമ്മുടെ ചിന്ത പോകുന്ന ഇന്ന് എത്രയോ മുസ്ലിം നാമധാരികളാണ് യുക്തിവാദങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിനോട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് അവിടെന്ന് പറയുകയാണ്, സഅമല്ലദീന കഫറൂ അല്ലൻ യുബ്അസൂ ഖുൽ ബലാ വറബ്ബീ. പടച്ച റബ്ബ് ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, സഅമല്ലദീന കഫറൂ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ മേൽക്കിട്ട് കുതിരകേറുന്നവരോട് പറഞ്ഞു കൊടുക്കണം നബിയേ, പരിശുദ്ധമായ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നവരോട് പറഞ്ഞു കൊടുക്കണം നബിയേ, അല്ലൻ യുബ്അസൂ. എങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ അവര് ചോദ്യം ചെയ്യുന്നതെന്നറിയോ? മരണപ്പെട്ടതിനു ശേഷം വേറൊരു ജീവിതമില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. നമ്മുടെ വിശ്വാസം എന്താ? മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ദുനിയാവിന്റെ ജീവിതം എന്ന് പറയുന്നത് നശ്വരമായ ജീവിതമാണ്. ആഖിറത്തിലെ ജീവിതം എന്ന് പറയുന്നത് കാലാകാലമുള്ള ജീവിതമാണ്. ആഖിറത്തിലെ ജീവിതം, ഈ ജീവിതത്തിലേക്കുള്ളതായ ഒരു പരീക്ഷ ഹാളാണ് ദുനിയാവെന്ന് പറയുന്ന ജീവിതം. ഇതാണ് നമ്മുടെ ഇഅ്തിഖാദ്, ഇതാണ് നമ്മുടെ ചിന്ത, ഇതാണ് നമ്മുടെ ഈമാൻ. എന്നാൽ ചില ആളുകൾ പറയും, മരണപ്പെട്ടതിന് ശേഷം വേറെ ജീവിതമൊന്നുമില്ല, ദുനിയാവിന്റെ ജീവിതത്തിൽ അടിച്ചു പൊളിച്ചങ്ങോട്ട് തീർക്കുക. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായ നിലയിൽ അതിന് മറുപടി പറയുകയാണ്. ഖുൽ പറഞ്ഞു കൊടുക്കണം നബിയേ, ബലാ വറബ്ബീ ലതുബഅസുന്ന ثم لتنبؤن بما عملتم. ഓ നബിയേ, പടച്ച റബ്ബിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് തങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയേ, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരാനുണ്ടെന്ന് അവിടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. ثم لتنبؤن بما عملتم. ദുനിയാവിന്റെ ലോകത്ത് നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെതാകുന്നതായ ഓരോ കാര്യങ്ങളെ കുറിച്ചും പടച്ച റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്നതായ ഒരു ദിനം വരാനുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. വദാലിക അലല്ലാഹി യസീർ. മരണപ്പെട്ടതിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് വദാലിക അലല്ലാഹി യസീർ, പടച്ച
റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന് സിമ്പിളാണ്. പരിശുദ്ധമായ ഖുർആൻ എല്ലാ ഖുർആനികമായ ആയത്തുകളിലൂടെയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോ ആയത്തുകളും നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ ദിനത്തിനെ കൊണ്ട് ആ ദിനത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ അൽഹംദുലില്ലാഹ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഇങ്ങനെ ഓതി വരികയാണ്. മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രതിഫല ദിവസത്തിൽ നമുക്കൊക്കെയും രക്ഷപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ന് ആ കോടതിയിൽ പടച്ച റബ്ബിനെ നമുക്ക് നേരിട്ട് കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മുന്നോറുകൾ അവർക്കൊക്കെയും പടച്ച റബ്ബ് പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ആഖിബത്ത് അല്ലാഹു നല്ല ഈമാനോട് കൂടിയുള്ള നല്ല മരണം നമുക്കൊക്കെയും പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസീഖും ബിദ്ദുആ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.